Good morning, children. How are you all? Did you have your breakfast? What did you eat? Did you get your favorite food? Did you get your favorite food? Yes, sir. Then let's start our today's EVS class. Okay. Now, last class നമ്മൾ എന്താ പഠിച്ചത്? ലഞ്ച് ദ റൈറ്റ് ഓഫ് എവറി ചൈൽഡ്. ഓക്കെ. ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഓരോ കുട്ടിയുടെയും അവകാശം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചല്ലേ? ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചു ഉച്ചഭക്ഷണം ഓരോ കുഞ്ഞിൻ്റെയും അവകാശമാണ്. കേരളത്തിൽ മച്ച് പ്രോബ്ലം ഇല്ല. പക്ഷെങ്കിൽ ഔട്ട് ഓഫ് കേരള, ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാൻ ഇല്ലാതെ വലയുന്ന ധാരാളം കുട്ടികളുണ്ട്. അതുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഒരു തീരുമാനമെടുത്തു. എല്ലാ കുട്ടികൾക്കും, പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മിഡ് ഡേ മീൽ ചൂടോടെ സ്കൂളിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണമെന്ന്. ഉച്ചഭക്ഷണം സ്കൂളിൽ തന്നെ പാകം ചെയ്ത് ചൂടോടെ വിതരണം ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. അത് ചെയ്യാനുള്ള സൗകര്യങ്ങളും നിർദ്ദേശിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഗവൺമെൻറ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട്. ഗവൺമെൻറ് അതിനുവേണ്ട നിർദ്ദേശങ്ങളും കൊടുത്തു, അതിനുവേണ്ട സൗകര്യങ്ങളും കൊടുത്തു, അതിനുവേണ്ട നടപടികളും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്തു. അതനുസരിച്ച് എല്ലാ സ്കൂളുകളിലും ഉച്ചഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഭാഗമായാണ് എല്ലാ സ്കൂളുകളിലും ഉച്ചഭക്ഷണ പരിപാടി തുടങ്ങിയത്. ഓക്കെ, നൗ ലെറ്റ്സ് സി. അതുപോലെ തന്നെ മക്കളെ, പിന്നെ നമ്മൾ പഠിച്ചു നമ്മൾ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഫുഡ് ഗ്രെയിൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടുതൽ പങ്കും വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ്. കേരളത്തിൽ വളർത്തുന്നതല്ല, കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതേ അല്ല. കമ്മിങ് ഫ്രം ഔട്ട് ഓഫ് കേരള. അതെങ്ങനത്തെയാണ്? ധാരാളം കീടനാശിനികളൊക്കെ ചേർത്ത്, ഒരുപാട് മരുന്നൊക്കെ തളിച്ച്, ഒരുപാട് ഒക്കെ ചേർത്ത് വരുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന ഫുഡ് ഗ്രെയിൻസൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് പറമ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പറമ്പിൽ തന്നെ ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യണം. നമ്മളിതിന് മടിച്ച് നിൽക്കാം. വി ഷുഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു കൾട്ടിവേറ്റ് ഇൻ അവർ ഓൺ യാർഡ്. നമ്മൾ ഇത് കൃഷി ചെയ്യുന്നതിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കാൻ പാടില്ല. നമ്മൾ സ്വന്തമായി ഇതെല്ലാം കൃഷി ചെയ്യണം. എന്നിട്ട് വേണം നമ്മളിതെല്ലാം കഴിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. പേജ് നമ്പർ 83 എല്ലാവരും എടുത്തേ. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് യു കൾട്ടിവേറ്റ് ഇൻ യുവർ യാർഡ്? നിങ്ങൾ നിങ്ങളുടെ പറമ്പിൽ എന്തെല്ലാം തരം പച്ചക്കറികളാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? പച്ചക്കറികളും പഴങ്ങളുമാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ദെൻ പേജ് നമ്പർ 83. ആറിൻ്റെ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, പപ്പായ, മൊരിങ്ങ, അമരന്തസ്, തകര ആൻഡ് പ്ലാന്റൻസ് വി ഗെറ്റ് ഇൻ യുവർ യാർഡ് ഹൈലി ന്യൂട്രീഷ്യസ് ഫുഡ് സബ്സ്റ്റൻസസ്. നമ്മുടെ വീട്ടുവളപ്പിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും പപ്പായയും മുരിങ്ങയും ചീരയും തകരയും വാഴപ്പഴവും ഒക്കെ ഏറെ ഗുണമുള്ള ഫുഡ് ഐറ്റംസാണ് അല്ലേ? ഏറെ ഗുണമുള്ളതാണ്. കാരണം യാതൊരു വിഷവും ചേരുന്നില്ല, യാതൊരു കെമിക്കലും പ്രയോഗിക്കുന്നില്ല. വളരെ നല്ല ഫുഡ് ഐറ്റംസാണ് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നത്. വൈ ഡു വി സ്റ്റിൽ ബൈ ദം ഫ്രം ദ മാർക്കറ്റ്? പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ വില കൊടുത്ത് വാങ്ങുന്നത്? വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൾട്ടിവേറ്റ് ഇൻ അവർ ഓൺ യാർഡ്? നമ്മുടെ സ്വന്തം പറമ്പിൽ നട്ടു വളർത്തുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും എന്തെല്ലാം മേന്മയുള്ളത്? ക്യാൻ യൂസ് ദം ഫ്രഷ്. എന്താണുള്ള പുതുമ നഷ്ടപ്പെടാതെ പറിച്ചപടി ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും. പിന്നെയോ, എക്സസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ നോട്ട് യൂസ്ഡ്. അമിതമായി രാസവളമൊന്നും ഉപയോഗിക്കുന്നില്ല. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആർ നോട്ട് യൂസ്ഡ്. രാസകീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ പ്രൊവൈഡ് ഗുഡ് ടേസ്റ്റ് ആൻഡ് നറിഷ്മെൻറ്റ്. ഇങ്ങനെ നട്ടു വളർത്തുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഗുണമുണ്ട്. പിന്നെ എന്തുണ്ട്? സേവ് മണി. നമുക്ക് നമ്മുടെ മണി സേവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പൈസ നഷ്ടപ്പെടുകയില്ല. ഓക്കെ, ഡോണ്ട് വി നീഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓഫ് സച്ച് ക്വാളിറ്റി? ഇത്തരം നല്ല പച്ചക്കറികളും പഴങ്ങളും നമുക്ക് വേണ്ടേ? നമുക്ക് ഇതല്ലേ വേണ്ടത്? ഇങ്ങനെയുള്ള ഗുണമുള്ള പച്ചക്കറികളും പഴങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ഇഫ് സോ, അങ്ങനെയെങ്കിൽ
ഷുഡൻ വി ഹാവ് എ വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ആൻഡ് ഇൻ അവർ സ്കൂൾ? അങ്ങനെയെങ്കിൽ വീട്ടിലും വിദ്യാലയത്തിലും പച്ചക്കറിത്തോട്ടം നമുക്ക് വേണ്ടതല്ലേ? വേണ്ട മക്കളെ, വേണം. ഡു യു ഹാവ് എ വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടോ? ഡു യു ഹാവ് വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ആൻഡ് ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിലുണ്ടോ? ഇഫ് യു സ്റ്റിൽ കണ്ടിന്യൂ ടു ഹെസിറ്റേറ്റ് വി വിൽ ലൂസ് അവർ ഹെൽത്ത്. നമ്മൾ ഇനിയും മടിച്ചു തിന്നാൽ, ഇനിയും നമ്മൾ പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നട്ടു വളർത്താൻ മടിച്ചു തിന്നാൽ എന്ന് നമ്മുടെ ഹെൽത്ത് തന്നെ നമുക്ക് കഷ്ടപ്പെടും, നമ്മുടെ ആരോഗ്യം തന്നെ നമുക്ക് കഷ്ടപ്പെടുന്നത്. ഈ വെജിറ്റബിൾ ഗാർഡൻ ഇസ് റിക്വയർഡ് ബോത്ത് അറ്റ് ഹോം ആൻഡ് ഇൻ അവർ സ്കൂൾ. ഒരു പച്ചക്കറിത്തോട്ടം നമ്മുടെ സ്കൂളിലും വേണം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും വേണം. ഓക്കെ, ലെറ്റ് ദിസ് ബി അവർ എയിം. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ആർ ഇൻ യു റെഡി ഡിയർ ഫ്രണ്ട്സ്? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ തയ്യാറല്ലേ? ലെറ്റ് ദെയർ ബി എ ഷെയർ ഓഫ് വെജിറ്റബിൾസ് ഫ്രം യുവർ വെജിറ്റബിൾ ഗാർഡൻ ഫോർ ദ സ്കൂൾ മിഡ് ഡേ മീൽ സ്കീം. മക്കളെ, നിങ്ങളുടെ സ്കൂളിൽ മിഡ് ഡേ മീൽ കൊടുക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഒരു പിടി പച്ചക്കറിയെങ്കിലും നിങ്ങൾ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരാൻ മേലേ? നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന പച്ചക്കറിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ മിഡ് ഡേ മീൽ, സ്കൂളിലെ മിഡ് ഡേ മീൽ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ മേലേ? ഉച്ചഭക്ഷണത്തിന് കറി വയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൊണ്ടുവരാം അല്ലേ? സ്കൂളിൽ കൊടുക്കുന്ന ലഞ്ചിന് കറി വെക്കാൻ വേണ്ടി നിങ്ങളുടെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്നുണ്ടാകുന്ന വെജിറ്റബിൾസ് കൊണ്ടുവന്ന് സ്കൂളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ മേലേ? ഓക്കെ, കൊടുക്കാൻ സാധിക്കുമല്ലേ? വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ആൻഡ് ഇൻ സ്കൂൾ. വീട്ടിലും വിദ്യാലയത്തിലും പച്ചക്കറിത്തോട്ടം. ലെറ്റ് us try to prepare a good vegetable garden. ഓക്കെ, നമുക്കൊരു മികച്ച നല്ലൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. വാട്ട് ഓൾ ആർ റിക്വയർഡ് ഫോർ ദിസ്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്? ഐഡൻറ്റിഫൈയിങ് എ ഫ്ലോട്ട്, സ്ഥലം കണ്ടെത്തണം. കളക്ടിങ് സീഡ്സ്, വിത്തുകളൊക്കെ സംഘടിപ്പിക്കണം. ഫൈൻഡിങ് ദ റിക്വയർഡ് ടൂൾസ്, ആവശ്യമുള്ള ഉപകരണങ്ങൾ, ഇത് കുഴിക്കാനും കളയ്ക്കാനൊക്കെ സാധനങ്ങൾ വേണം. പ്രിപ്പയറിങ് വാട്ടർ ഫെസിലിറ്റി, ജലസൗകര്യം വേണം, വാട്ടർ ഫെസിലിറ്റി വേണം. അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ് ടു ഈച്ച് പേഴ്സൺ, ഓരോരുത്തർക്കും സ്കൂളിൽ ഓരോ പിള്ളേർക്കും ഓരോ ചുമതലകൾ കൊടുക്കണം. ഓരോ കുട്ടിക്കും ഓരോ സ്കൂളിലാകുമ്പോൾ ഓരോ ചുമതലകൾ കൊടുക്കണം. ഓരോ കാര്യങ്ങളിൽ ഓരോരുത്തരെ ഇടപഴകാൻ അനുവദിക്കണം. വെള്ളം നനയ്ക്കാനും നടാനും വേസ്റ്റ് പറിക്കാനും പുല്ലുകളൊക്കെ ഉണ്ടാകില്ലേ, അതൊക്കെ പറിച്ച് കളയാനൊക്കെ പിള്ളേരെ അനുവദിക്കണം. അതിനുള്ള അവർക്ക് ചാർജ് കൊടുക്കണം. ദെൻ ഡിഡ് യു സീ രമാസ് വെജിറ്റബിൾ ഗാർഡൻ? ബ്യൂട്ടിഫൈ ഇറ്റ് ഗിവിങ് അപ്രോപ്രിയേറ്റ് കളേഴ്സ്. ഡിഡ് യു സീ രമാസ് വെജിറ്റബിൾ ഗാർഡൻ? ബ്യൂട്ടിഫൈ ഇറ്റ് ഗിവിങ് അപ്രോപ്രിയേറ്റ് കളേഴ്സ്. രമയുടെ വെജിറ്റബിൾ ഗാർഡൻ നിങ്ങൾ കണ്ടോ? നെക്സ്റ്റ് പേജ് എടുത്തേ മക്കൾ. ഓക്കെ, പേജ് നമ്പർ 84. ഡിഡ് യു സീ രമാസ് വെജിറ്റബിൾ ഗാർഡൻ? ബ്യൂട്ടിഫൈഡ് ഗിവിങ് അപ്രോപ്രിയേറ്റ് കളേഴ്സ്. ആ വെജിറ്റബിളുകൾ ഓരോന്നിനും യോജിച്ച കളർ കൊടുക്കണം നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് യു ഡു നോട്ട് കൾട്ടിവേറ്റ്, നമ്മൾ കൃഷി ചെയ്യാതിരുന്നാൽ, കൃഷി ചെയ്യാതിരുന്നാൽ, ഈസ് ഇറ്റ് റൈറ്റ് ടു യൂസ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ അതർ പർപ്പസസ്? മക്കളെ, നമ്മൾ കൃഷിസ്ഥലങ്ങൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ? ഈസ് ഇറ്റ് റൈറ്റ് ടു യൂസ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ അതർ പർപ്പസസ്? Where will we cultivate paddy if all fields are leveled? Where will we cultivate paddy if all fields are leveled? വയലുകളെല്ലാം നികത്തി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നെല്ല് കൃഷി ചെയ്യുക? പാടി എവിടെയാണ് കൃഷി ചെയ്യുക? വയലുകളൊക്കെ നികത്തി കഴിഞ്ഞാൽ. Will there be sufficient water if ponds etc.? കുളങ്ങളും മറ്റും നികത്തിയാൽ ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന എവിടുന്നാ? Will there be sufficient water if ponds etc. are leveled? കുളങ്ങളും വെള്ളക്കെട്ടുകളൊക്കെ നികത്തി കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നത്? What will we eat if no one cultivates? What will we eat if no one cultivates? ആരും കൃഷി ചെയ്തിരുന്ന പിന്നെ നമ്മൾ എന്താ ഭക്ഷിക്കുക? നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എന്ത് തിന്നും? എന്ത് കഴിക്കും? What will we eat if no one cultivates? Agricultural land must be conserved. Okay, agricultural land must be conserved.
കൃഷിയിടങ്ങൾ സംരക്ഷിച്ചേ മതിയാവൂ. അതൊന്നും നികത്താനും വെള്ളക്കെട്ടുകളൊക്കെ നികത്താൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. ലെവൽ ചെയ്യാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. കൃഷിയിടങ്ങളൊക്കെ നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഒരാളെയും അനുവദിക്കരുത്. കുളങ്ങളും വയലുകളും ഒക്കെ നികത്താനായിട്ട്. അല്ല, വയലൊക്കെ നികത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എവിടെയാണ് നെല്ല് കൃഷി ചെയ്യുന്നത്? നമുക്ക് ചോറിനണ്ടേ, നമുക്ക് അരി വേണ്ടേ, അപ്പം ഉണ്ടാക്കാനൊക്കെ അരി വേണ്ടേ, ചോറ് വേണ്ടേ? അപ്പോൾ ഇതൊക്കെ നികത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെ നടും? അതുപോലെ വെള്ളക്കെട്ടുകളും കുളങ്ങളും ഒക്കെ നികത്തി കഴിഞ്ഞാലോ നമുക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടും? ഒരിക്കലും നമ്മളിതിന് അനുവദിക്കരുത്. നമ്മൾ കൃഷിയിടങ്ങളൊക്കെ സംരക്ഷിച്ചേ പറ്റൂ. വെള്ളക്കെട്ടുകളും കുളങ്ങളൊക്കെ സംരക്ഷിച്ചേ പറ്റൂ. ഇതൊന്നും നശിപ്പിക്കാൻ നമ്മൾ ആർക്കും അനുവാദം കൊടുക്കരുത്. ഓക്കെ. ഓക്കെ, പേജ് നമ്പർ 85 യു ടേക്ക് മക്കളെ. ഹൗ ക്യാൻ വി ലീവ് ഇൻ എ ലാൻഡ് വിത്തൗട്ട് അഗ്രികൾച്ചർ? കൃഷിയില്ലാത്തൊരു നാട്ടിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുക? അല്ലേ? ഹൗ ക്യാൻ വി ലീവ് ഇൻ എ ലാൻഡ് വിത്തൗട്ട് അഗ്രികൾച്ചർ? ഡോണ്ട് വി നീഡ് ഗുഡ് ഫുഡ് ടു ഗ്രോ അപ്പ് ഹെൽത്തി? നമുക്ക് നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടി നമുക്ക് നല്ല ഫുഡ് വേണ്ടേ? അല്ലേ? ആരോഗ്യത്തോടെ വളരാൻ നമുക്ക് നല്ല ഫുഡ് വേണം. അതല്ലേ വേണ്ടത്? ലെറ്റ് us try to cultivate what we need in our premises. മക്കളെ, let us try to cultivate what we need in our premises. നമ്മുടെ പരിസരത്ത്, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമുക്ക് ആവശ്യമുള്ള കൃഷി ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. അല്ലേ? അതർവൈസ് നമുക്ക് എങ്ങനെ കിട്ടുക? നല്ല ഗുഡ് ഫുഡ് എവിടെ നിന്ന് കിട്ടും? ലെറ്റ് us grow with health, eating tasty and nutritious food. Let us grow with health, ഈറ്റിംഗ് ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. ഗുണവും രുചിയുമുള്ള ഫുഡ് കഴിച്ച് കരുത്തോടെ നമുക്ക് വളരാം. ഗുണവും രുചിയൊക്കെയുള്ള നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ച് നമുക്ക് നല്ല കരുത്തോടെ നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് വളരാം. ഓക്കെ. കണ്ട 2 പിള്ളേർ ബാനർ പിടിച്ചിരിക്കുന്നത് കണ്ടോ? എന്താ അവർ എഴുതിയിരിക്കുന്നത് അവിടെ? ഹെൽത്തി ചിൽഡ്രൻ വെൽത്ത് ഓഫ് ദ ലാൻഡ്. എന്താണ് പറഞ്ഞത്? ഹെൽത്തി ചിൽഡ്രൻ വെൽത്ത് ഓഫ് ദ ലാൻഡ്. ആരോഗ്യമുള്ള കുട്ടികൾ നാടിൻ്റെ സമ്പത്ത്. ആരോഗ്യമുള്ള കുട്ടികൾ നാടിൻ്റെ സമ്പത്താണ്. ഹെൽത്തി ചിൽഡ്രൻ വെൽത്ത് ഓഫ് ദ ലാൻഡ്. ഓക്കെ ചിൽഡ്രൻ, നമ്മുടെ ഈ ലെസൺ കഴിഞ്ഞു. നന്നായി വായിക്കണം, മനസ്സിലാക്കണം, സ്പെല്ലിങ്സൊക്കെ പഠിക്കണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഒരു വെജിറ്റബിൾ ഗാർഡന് എല്ലാവരും ഉണ്ടാക്കണം. ഫ്രൂട്ട് ഗാർഡൻ, വെജിറ്റബിൾ ഗാർഡനൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ സ്കൂളിലും ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മളത് നല്ല പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രം നമുക്ക് നല്ല ടേസ്റ്റുള്ള പച്ചക്കറികളൊക്കെ കഴിക്കാൻ കിട്ടത്തുള്ളൂ. ഓക്കെ. വിഷമൊന്നും ചേർക്കാത്ത നല്ല പച്ചക്കറികളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പിൽ തന്നെ ഇതൊക്കെ നടാൻ ശ്രമിക്കണം. ഓക്കെ ചിൽഡ്രൻ, ഹാവ് എ ഗുഡ് ഡേ. ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. നന്നായി വായിക്കണം എല്ലാവരും കേട്ടോ. നന്നായി വായിച്ച് പഠിക്കണം.